സൈഫുദ്ദീൻ, കെ സുധാകരന്റെ പ്രസ്താവനയോട് നേരത്തെ KPCC ഒരു താക്കീത് നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് KPCCയെയും AICCയും വലിയ സമ്മർദ്ദത്തിലാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിൽ നടക്കാനുള്ള വിവിധ നേതാക്കൾ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരാനിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു സമ്മർദ്ദ തന്ത്രം കെ സുധാകരൻ അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഈ MP-മാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ് എന്നുള്ള നിലപാടായിരുന്നു കേരളത്തിൽ നടക്കമുള്ള നേതാക്കൾ എടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശ്, അതോടൊപ്പം മറ്റു ചില MP-മാരുടെയൊക്കെ പേരുകൾ ഉയർന്നു വന്നിരുന്നെങ്കിൽ പോലും അവ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്കായിരുന്നു കോൺഗ്രസ് നേതൃത്വം എത്തിയിരുന്നത്. പക്ഷേ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കെ സുധാകരന്റെ ഭാഗത്ത് നിന്നുള്ളൊരു സമ്മർദ്ദം ഉണ്ടാകുന്നത്. എന്തായാലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ളൊരു നീക്കങ്ങൾ ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകാം എന്നുള്ളത് തന്നെയാണ് സാധ്യതയായി മുന്നിൽ കാണേണ്ടത്. എന്തായാലും ഈ 50 പേരുടെ പട്ടിക നിലവിൽ ഹൈക്കമാൻഡിനെ നാളെ ഏൽപ്പിക്കാൻ പോവുകയാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെയാണ് ഡൽഹിയിൽ ആരംഭിക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയും യോഗം ആരംഭിച്ചിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മധുസൂദൻ മിശ്രയുടെയും അതോടൊപ്പം തന്നെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെയും നേതൃത്വത്തിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളൊക്കെ തന്നെയും യോഗം ആരംഭിച്ചിരിക്കുകയാണ്. 20 MLA-മാരുടെ ഒരു തീരുമാനം നേരത്തെ തന്നെ എടുത്തിരുന്നു. പക്ഷേ അത് 2 സീറ്റുകളിൽ ചില പ്രതിസന്ധികൾ നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് തൃപ്പൂണിത്തറയിലും പാലക്കാടുമാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് പകരം ആരെ കൊണ്ടുവരും എന്നതിൽ ചില ആശങ്ക നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ രമേശ് പിഷാരടി അടക്കം പേരുകൾ വരികയും ചെയ്തിട്ടുണ്ട്. മറ്റു മേഖലകളിൽ നിന്ന് അത്തരം പ്രതിസന്ധികൾ, അതായത് രമേശ് പിഷാരടിയെ പരിഗണിക്കുന്നതിൽ പ്രതിസന്ധികൾ നിലനിൽക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ തന്നെയും മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ചർച്ചകൾ ഇന്ന് ഉണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം തൃപ്പൂണിത്തറയുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളുണ്ട്, അതും ഇന്ന് ചർച്ചയാവാൻ തന്നെയാണ് സാധ്യത. മറ്റൊന്ന് എൽദോസ് കുന്നപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു എൽദോസിന്റെ ഒരു പ്രതികരണം ഉണ്ടാവുന്ന കേട്ടതിന് ശേഷം റഷീദിലേക്ക് തന്നെ വരാം. ജനാധിപത്യ പാർട്ടിയല്ലേ, എല്ലാവർക്കും തൃപ്തി ഉണ്ടെങ്കിൽ എല്ലാ കാൻഡിഡേറ്റും 100% ഫുൾ വോട്ട് വാങ്ങി ജയിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാം തീരുമാനിക്കുന്ന പാർട്ടിയാണ്. പെരുമ്പാവൂരിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്താണ്? വളരെ അനുകൂല സാഹചര്യമാണ്. ഞാൻ 10 വർഷമായിട്ട് MLA ആണ്. എനിക്ക് അവിടെ നല്ല ലീഡിന് ജയിക്കാൻ പറ്റും. അവിടുത്തെ പെരുമ്പാവൂരിലെ ആളുകളെല്ലാം എനിക്ക് സപ്പോർട്ടാണ്. മത്സരിക്കാൻ പൂർണ്ണ യോഗ്യനാണ്. അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നത് എനിക്ക് അനുകൂലമായ നിലപാടാണ്. റഷീദ് തുടരുന്നുണ്ട്. റഷീദ്, അപ്പോൾ പെരുമ്പാവൂരിൽ മത്സരം തുടരാൻ താൻ എല്ലാ അർത്ഥത്തിലും യോഗ്യനാണ്, സന്നദ്ധനാണ് എന്ന് നേതൃത്വത്തെ അറിയിക്കുകയാണ്. അതിനൊപ്പം അദ്ദേഹം ഡൽഹിയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. എന്തിനാണ് എൽദോസ് മാത്രം ഇന്ന് ഡൽഹിയിലേക്ക് വന്നതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് റഷീദ് അവിടെ നിന്ന് നൽകേണ്ടത്. അപ്പോൾ ഈ എൽദോസിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമായിരിക്കും നേതൃത്വം എടുക്കാൻ പോകുന്നത്? നിരവധി ആരോപണങ്ങളാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടം മുന്നിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ എൽദോസ് കുന്നപ്പള്ളി നിലവിൽ 10 വർഷമായി അവിടെ MLA ആയി തുടരുകയാണ്. അപ്പോൾ പോലും അദ്ദേഹത്തെ ഈ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ മണ്ഡലത്തിൽ നിന്ന് മാറ്റുന്നത് ഒരു പ്രതിസന്ധിയാകുമെന്നുള്ള കാര്യം നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടലിൽ വരുന്നുണ്ട്. പക്ഷേ സഭാ നേതൃത്വങ്ങൾ അടക്കം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. അത് പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ നേതൃത്വത്തിന് ആവുകയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തെ മാത്രം ഇന്ന് ഡൽഹിയിലേക്ക് ആദ്യം വിളിച്ച് ചേർക്കുകയും പിന്നീട് അദ്ദേഹവുമായി കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യുകയും നടത്തിയിട്ടുള്ളത്. എന്തായാലും KC വേണുഗോപാലുമായും രമേശ് ചെന്നിത്തലയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ പ്രതികരിച്ചിരിക്കുന്നത് പെരുമ്പാവൂരിൽ താൻ മത്സരിക്കാൻ യോഗ്യനാണ്, അത് പാർട്ടിക്ക് അറിയാം, പാർട്ടി നേതാക്കൾ തനിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ വീണ്ടും, അതായത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പെരുമ്പാവൂരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് താൻ തന്നെയായിരിക്കും മത്സരിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെയും ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് അത് നാളെ ആയിരിക്കും. കേന്ദ്ര കമ്മിറ്റി യോഗം നാളെയാണ് ചേരുക. ഹൈക്കമാൻഡ് ആയിരിക്കും ഈ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം ഒറ്റ പേരിലേക്ക് എത്താൻ കഴിയാത്ത മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊരു തീരുമാനമെടുക്കുന്നത്. മറ്റൊന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നാളെ നടക്കുന്ന യോഗത്തിൽ ഉണ്ടാകും. എന്തായാലും നിലവിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായുള്ള യോഗം AICC ആസ്ഥാനത്തെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സൈഫുദ്ദീൻ.
യെസ്, AICC ആസ്ഥാനത്ത് കോൺഗ്രസിന്റെ അതിനിർണായകമായ യോഗവും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുന്നു. പ്രധാനമായും ഇപ്പോൾ പാർട്ടി പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നത് കെ സുധാകരന്റെ കാര്യത്തിലാണ്. കെ സുധാകരൻ മുതിർന്ന നേതാവാണ്. അദ്ദേഹം നേരത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റുമ്പോൾ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് അദ്ദേഹത്തിന് ഓഫർ കൊടുത്തു എന്നൊരു അനൗദ്യോഗിക വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അന്ന് കൊടുത്തിരുന്ന ഓഫർ അനുസരിച്ച് ഇന്ന് എന്തുകൊണ്ട് തന്നെ നിൽക്കാൻ അനുവദിക്കുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉയർത്തും. അപ്പോൾ അദ്ദേഹം എല്ലാ അർത്ഥം 110% താൻ നിൽക്കും എന്ന് പറയുന്നതിലൂടെ ഒരു സമ്മർദ്ദ തന്ത്രം കൂടി അദ്ദേഹം നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹത്തെ അവഗണിച്ചുകൊണ്ട്, അദ്ദേഹത്തെ തഴഞ്ഞുകൊണ്ട് എളുപ്പത്തിൽ മുന്നോട്ട് പോകാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ അനുകൂലികൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യും. അതുകൊണ്ട് ഈ വിഷയം എങ്ങനെ സെറ്റിൽ ചെയ്യും കോൺഗ്രസ് നേതൃത്വം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷയാണ്. അതിനകത്ത് എന്ത് തീരുമാനമെടുക്കാൻ നേതൃത്വത്തിന് കഴിയും എന്നതാണ് ചോദ്യം.